ഹലോ എവരിവൺ, വെൽക്കം ടു സീസൺസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ ജർമ്മനിയിൽ ക്രിസ്മസിൻ്റെ വൈബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വൈബൊക്കെ ഒന്ന് കാണാനായിട്ട് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയാലോ? കമോൺ. ഞങ്ങൾ ഈ വർഷത്തെ ആദ്യത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് ഡോട്ട്മുണ്ട് എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉള്ളത്. അപ്പോൾ അതൊന്ന് കാണണമല്ലോ. അപ്പം അതിന്റെ എക്സൈറ്റ്മെന്റ് വളരെ കൂടുതലുണ്ടായിരുന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലൈറ്റുകളൊന്നും ഇല്ലാതെ പിന്നെ എന്ത് ആഘോഷമാണ് അല്ലേ? ഇവിടെയും സിറ്റി മുഴുവന് ലൈറ്റ് കൊണ്ട് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റും മ്യൂസിക്കും പിന്നെ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് നല്ല ബിസിയാണ്. എനിക്ക് തോന്നുന്നു ഈ വിന്ററിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കാണുന്നത് ഈ ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അങ്ങ് ദൂരെ റെഡിൽ കുളിച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കാണാൻ പറ്റുന്നത്. അതിന്റെ അടുത്തെത്താൻ ഇനിയും നടക്കണം. ഈ ഡോട്ട്മുണ്ടില് ക്രിസ്മസ് മാർക്കറ്റിന് നടുക്കായിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോളുകളുടെ ഇടയിൽ കൂടി വേണം പോകാനായിട്ട്. അടുത്തെത്തിയപ്പോഴേക്കും ക്രിസ്മസ് ട്രീയുടെ കളറ് നീലയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓരോ ടൈം കഴിയുമ്പോഴും ഡിഫറെന്റ് കളറായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീ ഇതേ എൻ്റെ കൺമുള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. 1700-ലധികം ചെറിയ സ്പ്രൂസ് മരങ്ങൾ നിന്നിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചേക്കുന്നത്. ഏകദേശം 45 മീറ്റർ ഉയരമുള്ള ഈ ക്രിസ്മസ് ട്രീക്ക് 40 ടണ്ണിലധികം ഭാരവുമുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് കളർ കാണിക്കുന്ന ഈ ട്രീക്ക് എത്ര LED കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അറിയാവോ? ഏകദേശം 1,35,000 LED കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാര് ഈ തണുത്തുറഞ്ഞ ഡിസംബറിൽ ഈ ഡോട്ട്മുണ്ടിലേക്ക് വരാറുണ്ട്. കരകൗശല വസ്തുക്കളും ഡിഫറെന്റ് ഫുഡ് ഐറ്റം ഒക്കെ ആയിട്ട് ഈ ക്രിസ്മസ് ട്രീക്ക് ചുറ്റുമായിട്ട് ഏകദേശം 300-ലധികം സ്റ്റോളുകളുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. നമുക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റിന്റെ വൈബൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്താലോ എന്ന് കരുതി ഞങ്ങൾ ആദ്യം കഴിച്ചത് ബാക്ക് ഫിഷ് ആണ്. ഈ ഫിഷ് ബാറ്ററിൽ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ നാരങ്ങയോടോ സോസിനോടോ കൂടെ ചേർത്ത് ചൂടോടുകൂടി തരും. ഈ ഫുഡ് സ്റ്റോളുകളിൽ എപ്പോഴും നല്ല ക്യൂ ആയിട്ടായിരിക്കും ആളുകളുള്ളത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇവർ ഏത് ഫുഡ് പറഞ്ഞാലും ഈ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങൾ പിന്നെ കഴിച്ചത് ഈ ചൂറോസ് ആയിരുന്നു. ഈ ചൂറോസ് എന്ന് പറയുമ്പോൾ ബാറ്റർ നല്ല സ്റ്റിക്കി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളത് നമുക്ക് സിനമണിൻ്റെ കൂടെയോ ചോക്ലേറ്റ് സോസിൻ്റെ കൂടെയോ കഴിക്കാൻ കിട്ടും. ഞങ്ങൾ വാങ്ങിച്ചത് ന്യൂട്രലയുടെ ഒപ്പമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഴയും ക്രിസ്മസ് വൈബും ഒക്കെ ആയിട്ട് നല്ലൊരു ഈവനിങ് ആണ് ഡോട്ട്മുണ്ടിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ക്രിസ്മസ് ഇതുവരെയായി എവിടെ ഇരുന്നാലും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ
അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോമേ കാണുന്നവരേക്കും ബി പോസിറ്റീവ്, മച്ച് ലവ് രേഷ്മ. ബൈ.